ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല ഹെൽത്തിയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ആലു പാലക്കാണ്. പാലക് എന്ന് പറഞ്ഞാൽ ഒരുപാട് പോഷക ഗുണമുള്ള ഒരു ഇലക്കറിയാണ്. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു കറിയാണിത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുന്നേ ഈ ഒരു ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്കപ്പോൾ കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ കറി ഉണ്ടാക്കാനായിട്ട് ഇതുപോലൊരു പാത്രം ചൂടാകാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പാത്രം ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലുള്ള കറികൾക്കൊക്കെ കൊക്കോനട്ട് ഓയിലിനേക്കാളും ഇതുപോലെ സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഇനി ഈ ഒരു എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് ഇതിലേക്ക് ജീരകം ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ 1/2 ടീസ്പൂൺ ചെറിയ ജീരകമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ആ ജീരകം ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ഒരു വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് ചൂടാക്കി എടുക്കണം. ഇനി ഇതിലേക്ക് ഏകദേശം ഒരു 7 അല്ലി വെളുത്തുള്ളി ഇതുപോലെ ചെറുതായി അരിഞ്ഞതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ കളറൊക്കെ മാറുന്നത് വരെ ഒന്ന് നമുക്ക് ചൂടാക്കി എടുക്കാം. ഇതാ വെളുത്തുള്ളിയുടെ കളറൊക്കെ ചെറുതായിട്ട് മാറി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു സവാള ഇതുപോലെ ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു വലിയ സവാളയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളതിൽ ചെറിയ സവാളയാണെങ്കിൽ 2 എടുത്തോളൂ. ഇനി ഈ സവാള അങ്ങ് നന്നായിട്ട് വഴറ്റിയെടുക്കുകയൊന്നും വേണ്ട, ഒന്ന് സോഫ്റ്റ് ആകുന്നത് വരെ വഴറ്റിയെടുത്താൽ മതി. അപ്പോൾ സവാളയൊക്കെ ഒന്ന് സോഫ്റ്റ് ആയി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, ഇത്രയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ പൊടികളൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കണം. ഇനി ഇതിലേക്ക് 2 തക്കാളി നമ്മൾ സവാള അരിഞ്ഞെടുത്ത അതേ സൈസിൽ അരിഞ്ഞെടുത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആ തക്കാളി ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ച് തക്കാളി നന്നായിട്ട് വെന്തുടയുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് തക്കാളിയൊക്കെ അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇത് ഉടഞ്ഞു കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് ഇതുപോലെ അങ്ങ് ഉടച്ചു കൊടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് പൊട്ടറ്റോ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു മീഡിയം സൈസിലുള്ള 3 പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്. അപ്പോൾ പൊട്ടറ്റോയും നമ്മൾ ഈ ഒരു സൈസിലാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. അത് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കണം. ആ ഒരു പൊട്ടറ്റോ വെന്ത് കിട്ടാനുള്ള വെള്ളം മാത്രമേ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അധികം വെള്ളം ചേർത്ത് കൊടുക്കണ്ട, കാരണം ഈ ഒരു കറിക്ക് അധികം ഗ്രേവി ഉണ്ടാവില്ല. ഇത് കുറച്ച് ഡ്രൈ ആയ കറിയാണ്. വെള്ളം ചേർത്ത് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് അടച്ചു വെച്ച് ഈ ഒരു പൊട്ടറ്റോ വേവിച്ചെടുക്കാം. അപ്പോൾ പൊട്ടറ്റോ ഒക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ചേർത്ത് കൊടുത്ത വെള്ളവും വറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പാലക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ പാലക്ക് കഴുകി വൃത്തിയാക്കി ഇതുപോലെ അങ്ങ് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഈ അരിഞ്ഞെടുത്ത പാലക്ക് 200 ml കപ്പിൽ ഏകദേശം 3 കപ്പോളം വരും. അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പാലക്ക് നമുക്ക് അധിക നേരം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് വെന്ത് കിട്ടും. ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളെല്ലാം കൂടി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റ് കുക്ക് ചെയ്താൽ മതി. ആ ഒരു സമയം കൊണ്ട് നമുക്ക് പാലക്ക് വെന്ത് കിട്ടുകയും ചെയ്യും, അതുപോലെ തന്നെ മസാലയൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കുകയും ചെയ്യും. അപ്പോൾ ഏകദേശം 2 മിനിറ്റ് കഴിഞ്ഞു. പാലക്കൊക്കെ അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ഇളക്കി നോക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കസൂരി മേത്തി ചേർത്ത് കൊടുക്കാം. കസൂരി മേത്തി ഇതുപോലെ കയ്യിൽ വെച്ച് നന്നായിട്ടൊന്ന് തിരുമിയതിന് ശേഷം ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് അവസാനമായി ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ ബട്ടറാണ്. ഇത് ഓപ്ഷണലാണ്, ബട്ടർ വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി.
അപ്പോൾ ഇത് ഇത്രയും പണിയേ ഉള്ളൂ. നമ്മുടെ വളരെ ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള ആലു പാലക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെ കൂട്ടി കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റ് ആണ്. എനിക്ക് തോന്നുന്നു ഇപ്പൊ നമ്മുടെ നാട്ടിലും അത്യാവശ്യം പാലക് ചീരയൊക്കെ കിട്ടാനുണ്ട്. അപ്പോൾ ഇനി പാലക് ചീര വാങ്ങിക്കുമ്പോൾ നിങ്ങൾ ആലു പാലക്ക് എന്തായാലും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും പുതിയ റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.